Cutie, the hand wash presents Comedy Masters, co-presented by SLBS Mark Lens, powered by Amardhaveni Lice Kit, co-powered by Rajakumari Group. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ആസ് യൂഷ്വൽ ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട്, നാട്ടുകൂട്ടവും എത്തിയിട്ടുണ്ട്. അങ്ങ് പാലക്കാട് നിന്നാണ് അവർ എത്തിയിരിക്കുന്നത്. നിയോ ഡാൻസ് സ്റ്റുഡിയോ. പാലക്കാട് ഇവിടെ വരെ അത്യാവശ്യം നല്ല ലോങ് ആണ്. ഇപ്പൊ ഫ്രീ ആയിട്ടൊക്കെ സഞ്ചരിക്കാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എത്ര പേരാണ് ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറ്റി പ്രിയദർശിനി ബസ്സിൽ കയറിയിട്ടുണ്ടോ? ആഹാ, നിങ്ങൾ എന്നാൽ അവരോടൊക്കെയുള്ള എന്റെ അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് കറക്റ്റല്ലേ ജോസഫ്? എന്നത് മലയാളത്തിൽ ചോദിച്ചാൽ കേരളത്തിലെ ബസ് സർവീസ് ആരാണ് ലോഞ്ച് ചെയ്തത്, എവിടെ എന്ന്? തിരുവിതാംകൂർ അല്ല, ആദ്യത്തെ സർക്കാർ മലപ്പുറം. കോട്ടയത്താണ് ഫസ്റ്റ് ബസ് റൂട്ട്. പാല മുതല് അല്ലല്ല, കോട്ടയത്ത് ഞാൻ പറയാം. പാല മുതല് പാലാ ടു യക്ഷി വരെ. കോട്ടയം പിടിക്കും. എടി പാലാ ടു കോട്ടയം. എനിക്കറിയാം പാല ടു കോട്ടയം. പാല പിടിച്ചില്ല ഞാൻ, കോട്ടയം അറിയാം. പാലാ ടു കോട്ടയം. പിന്നെ ആദ്യത്തെ ബസ് സർവീസ് 1910 കോട്ടയത്തായിരുന്നു. കോട്ടയം പാല. ജോസഫ് അഗസ്റ്റിൻ എന്നൊരു വ്യക്തിയാണ് ആദ്യമായിട്ട് ബസ് റൂട്ട് ഇവിടെ ലോഞ്ച് ചെയ്യുന്നത്. അദ്ദേഹം ഫ്രാൻസിൽ നിന്നാണ് ഫസ്റ്റ് ബസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ആൻസർ ചെയ്തപ്പോഴാണ് എനിക്ക് PSC ആദ്യമായിട്ട് IPS ആയിട്ട് ജോലി കിട്ടിയത്. കഴിഞ്ഞിട്ടാണ് ഞാൻ അത് പക്ഷെ നല്ല കാര്യമാണ്, കാരണം അഖിൽ ചേട്ടന്റെ പുതിയൊരു സെഗ്മെന്റ് ആണ്. ആര് കണ്ടുപിടിച്ചു? ഫൗണ്ടർ. ഈ സെഗ്മെന്റ് പേരല്ല ജോസഫ്, എന്റെ ഇംഗ്ലീഷ് കറക്റ്റ്. അപ്പൊ ഇതുപോലെ ഇനിയും ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മുടെ അഖിൽ ചേട്ടൻ വരുന്നതായിരിക്കണം. നല്ലൊരു കൈയടി കൊടുക്കാം. ഇനി ഈ യാത്ര എന്ന് പറയുന്നത് സ്കിറ്റിലേക്കാണ്. അവിടെ വരെ നമ്മൾ എത്തിക്കും. അപ്പൊ ചിരിക്കാൻ റെഡി ആയിക്കോ. സ്കിറ്റ് വരും. എടാ, ഈ ബസ് തന്നെ ആണോ? സീറ്റ് നമ്പർ 15 ആണോ? എന്ത്? അല്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ നോക്കുന്നപ്പോ എന്തോ ഒരു മ്ലാനത മുഖത്തിന്. ഇന്ന് പോണോ? പിന്നെ ഇന്ന് പോണ്ടേ? നാളെ കാലത്ത് 9 മണിക്ക് എനിക്ക് പഞ്ച് ചെയ്യാനുള്ളത്. ട്രെയിനിൽ പോവാം. ട്രെയിനില്ല, ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ ബസ് എടുത്തത്. പിന്നെ ട്രെയിനിലാകുമ്പോ നമ്മൾ ലോക്കലിൽ ഇങ്ങനെ നിന്ന് പോവാം. ഞാനും വരാം. ഓ എന്റെ പൊന്നേട്ടാ, എനിക്ക് എന്തായാലും ഇതിൽ പോയേ പറ്റുള്ളൂ. അല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓഫീസിൽ വിളിച്ച് പറയാം. നാളെ ലീവാണ്, ഞാൻ നിന്നെ കൊണ്ടാക്കാം. എല്ലാ പ്രാവശ്യം ഞാനല്ലേ നിന്നെ കൊണ്ടാക്കണം. അതുകൊണ്ട് എന്താ ഒരു ഈ കിടന്നൊക്കെ പോകുന്ന ആലോചിക്കുമ്പോ ഒരു അതിനെന്താ? നീ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോണത്. ഒറ്റയ്ക്കല്ല, ബസ്സിൽ ഇത്ര ആൾക്കാരില്ലേ. അത് മാത്രമല്ല, ഞാൻ ഒന്ന് കിടന്ന് കണ്ണടച്ച് കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് നേരം വെളുക്കും, അങ്ങ് എത്തൂലേ. അതാണ് പ്രശ്നം. എന്ത് പ്രശ്നം? സീറ്റ് നമ്പർ എത്ര? 15 അല്ലേ? 16 ആരാണോ എന്തോ. എന്താന്ന്? വല്ല പെമ്പിളരുമായിരിക്കും അല്ലേ? 16 ആരായ നിങ്ങൾക്ക് എന്ത്? 16 ആരായ നിങ്ങൾക്ക് എന്ത്? ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, 16 ആര് വന്നാലും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ആരായാലും എനിക്ക് എന്ത് പ്രശ്നം? പ്രിയ, നീ എന്ത് പ്രിയ പറയുന്നത്? എന്റെ പ്രശ്നം എന്ത്? ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, പൊസസീവ്നെസ് ഒക്കെ നല്ലതാണ്, പക്ഷെ അത് സംശയ രോഗം ആവരുത്. സംശയോ? പിന്നെ നിങ്ങൾ ഇപ്പൊ എന്തിനാണ് ചോദിച്ചത് 16 ആരാണെന്ന്? പ്രിയ പറഞ്ഞു വരുന്നത് എനിക്ക് സംശയമൊന്നും. സംശയമാണ്. എനിക്ക് സംശയമൊന്നും. സംശയം നീ കേക്കണം. ഓരോ ഭാര്യമാര് ബാത്റൂമിനകത്ത് കയറുമ്പം ഫോൺ ഇങ്ങനെ എടുത്തിട്ട് പൗഡർ തട്ടി ഊതി വിട്ടിട്ട് പാറ്റേൺ ലോക്ക് നോക്കി എടുക്കും. ഞാൻ നിന്റെ ഇസട്ട് എന്ന പാറ്റേൺ ലോക്ക് നോക്കി എടുത്തിട്ട് ഞാനത് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന 14 പുരുഷന്മാരിൽ 4 പേര് കല്യാണം കഴിച്ചിട്ടില്ലെന്നും അവർക്ക് 30 വയസ്സിന് താഴെയാണ് പ്രായമെന്ന് ഞാൻ അറിഞ്ഞിട്ട് നിന്നോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അത് മാത്രമല്ല, ഓഫീസിൽ നിന്റെ തൊട്ടടുത്തിരുന്ന് ജോലി ചെയ്യുന്ന രാഹുൽ, കായംകുളത്ത് വീട്, 5 അടി 2 ഇഞ്ച് പൊക്കം, 7 ഇഞ്ച് ഷൂസ്, വെളുത്ത നിറം, മകൻ നക്ഷത്രം. അവന്റെ ഡിവോഴ്സ് നടന്നത് നീ കാരണമാണോ എന്നറിയാൻ ഓച്ചിറയിലുള്ള പുത്തമ്പുരക്കൽ വീട്ടിൽ, അതായത് വെളുത്ത പെയിന്റ് അടിച്ച് 2 പട്ടികളുള്ള വീട്ടിൽ ചെന്നിട്ട് നീ കാരണമാണോ ഡിവോഴ്സ് നടന്നതെന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടും നീ പറയുന്നു എനിക്ക് സംശയമാണെന്ന്. ഇപ്പൊ എനിക്ക് ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് എന്നെ സംശയമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അത് മതി. ചേട്ടാ, PB എന്ന് പറഞ്ഞ ബാംഗ്ലൂർ ബസ് പോയാ? അയ്യോ, അത് നമ്മൾ വന്നപ്പോഴേ പോയി. 10 മിനിറ്റ് ആയിക്കോ ബസ് പോയിട്ട്. ഉറപ്പാണോ? ഉറപ്പായിട്ട് പോയി. കൺഫേം ആണോ? പോയി. ഈ ബസ്സിൽ ടിക്കറ്റ് ഉണ്ടോ നോക്കി. ഈ ബസ്സിൽ അല്ല, എനിക്ക് ബാംഗ്ലൂർ പോകണ്ട. പിന്നെ ആ പോയ ബസ്സിൽ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു. അവള് പോയോന്ന് ഉറപ്പിക്കാനായിട്ട് ഞാൻ വന്നാ. അളിയാ,
ചെറുതൊരെണ്ണെടുത്ത് നീ വീട്ടിലോട്ട് പോര്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു. അവള് പോയി. ഭാഗ്യവാൻ. ഓക്കെ ഓക്കെ. അവള് പോയല്ലോ അല്ലേ? പോയി, ഉറപ്പ് ആ പോയി. വണ്ടിയും പോയി കാണും. പോയി ഉറപ്പ്. ഇങ്ങനെയുള്ള ഓരോരുത്തന്മാരുണ്ട്. ഭാര്യ പോണത് കാത്തു നിൽക്കും രണ്ടെണ്ണം എടുത്ത് അടിക്കാൻ. ഞാൻ പോയാൽ നിങ്ങൾ ദൂരം അടിക്കുവോ? പ്രിയേ, നിനക്ക് എന്നെ വീണ്ടും സംശയം. നീ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ബിജുവിനെയും സനുവിനെയും വിളിച്ച് നമ്മുടെ വീടിന്റെ കട്ടിലിന്റെ അടിയിലിരിക്കുന്ന സാധനം എടുത്ത് ഹാളിൽ കൊണ്ടുവച്ച് ഞാൻ അടിക്കുമെന്നുള്ള നിന്റെ സംശയം. അത് നീ കണ്ടുപിടിക്കുമോ എന്ന് പേടിച്ച് ഷീറ്റ് പുരയിൽ 4 ഫുള്ള് മേടിച്ച് ഞാൻ വച്ചിട്ടുണ്ടോ എന്ന് നിനക്ക് സംശയം. ഇപ്പൊ എനിക്ക് ഒരു സംശയമില്ല. ഞാൻ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്തെ ബിനുവിനെ സനുവിനെ എല്ലാരെയും വിളിച്ചിരുത്തി കുടിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല. അത് മതി. അതെ, എനിക്ക് ഒരു കുപ്പി വെള്ളം വാങ്ങി തരുമോ? കൂൾ വെള്ളം വേണോ അതോ തണുത്ത വെള്ളം വേണോ? കൂള് വെള്ളം. നാളെ പോയാ പോരെ? എന്ത്? ആ ബാംഗ്ലൂരിൽ എത്തിയ മനസമാധാനമെങ്കിലും കിട്ടുമായിരുന്നു എനിക്ക്. ഈ ബാഗൊക്കെ വഴിയിൽ ആരാ സോറി സർ. അയ്യോ ഇത്ര കാലമായി കണ്ടിട്ട്. പ്രിയല്ല, പ്രിയരഞ്ജിനി. അയ്യോ മാറിപ്പോയല്ലോ. ഞാൻ മാറിയിട്ടില്ലല്ലോ, ഞാൻ പ്രിയ തന്നെ. അതല്ല, ശരീരമൊക്കെ ഒന്ന് ഒതുങ്ങി വീർത്ത് എന്തൊക്കെ രൂപമാറ്റം പറ്റിയിട്ടുണ്ട്. അതാ ചോദിച്ചത്. ചേട്ടന് ഒരുപാട് മാറിപ്പോയി. അതെ. പഴയതിനേക്കാളും ഭയങ്കരമായിട്ട് പൊക്കം കുറഞ്ഞു പോയി. അയ്യോ അല്ല, എവിടെ പോണ്? ഞാൻ ബാംഗ്ലൂർക്ക് പോകുന്നു. ആണല്ലേ? ഞാനും ബാംഗ്ലൂർക്ക് പോണ്. ഈ ബസ്സിലാണോ? ഈ ബസ്സില് ആണോ? ഞാൻ ഈ ബസ്സില്. ഓ, ഇന്ന അടിപൊളിയായി. പിന്നെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷം? നല്ല വിശേഷം, സുഖം അതെ, തന്നെ. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിപ്പോ കണ്ട സ്ഥിതിക്ക് നമുക്കൊരു സെൽഫി എടുത്തിട്ട് നമ്മുടെ കോളേജിൽ അലുമിനി ഗ്രൂപ്പിൽ ഒന്ന് അയച്ചാലോ? അതൊക്കെ ബാംഗ്ലൂരിൽ എന്താ പരിപാടി? ബാംഗ്ലൂർ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ആണല്ലേ? അപ്പൊ ചേട്ടനോ? ഞാനൊരു കമ്പനിയിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. മ്യൂസിക് ഫീൽഡിലാണ്, കന്നഡ മ്യൂസിക്. അറിയാലോ, മ്യൂസിക് ഫീൽഡിലാണെന്ന് എത്ര പാട്ടുകൾ കേട്ടിരിക്കണേ. എന്തായാലും നമുക്കൊരു സെൽഫി എടുത്തിട്ട് ഗ്രൂപ്പിലിടാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തായാലും ഇപ്പൊ കണ്ടത് ഒരെണ്ണം കൂടി. അടിപൊളി അടിപൊളി അടിപൊളി. പ്രിയേ, ചേട്ടാ, ഇത് അർജുൻ ചേട്ടൻ. അർജുൻ എന്റെ കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു. ഇതാരാ? ഈ ഹസ്ബൻഡ്. ഹലോ അർജുൻ. അശോകൻ. അശോകനാ? പിന്നെ പിന്നെ ഇത് പരിചയപ്പെട്ട നല്ല പാട്ടുകാരനാണ് കേട്ടോ. എനിക്ക് പാട്ടൊന്നും ഇഷ്ടമല്ല. ഭയങ്കര പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹീറോ ആയിരുന്നു. പെൺപിള്ളേര് എന്തുമാത്രം അറിയാം പുറകെ നടന്നിട്ടുള്ളത്. ഞാൻ അടക്കം ഭയങ്കര ഫാനായിരുന്നു. ഞാനിപ്പോ കന്നഡ ബാൻഡ് നടത്തുന്നുണ്ട്. പള്ളി പരിപാടിയാണോ? സർക്കസിന് ബാൻഡ് അടിയാണോ? അല്ലല്ല, ഉത്സവ പറമ്പിൽ കൊണ്ട് അതല്ല, ആ ബാൻഡ് അല്ല, മ്യൂസിക് ബാൻഡ്. പിന്നെ ഒരു മ്യൂസിക് ലാബ് നടത്തുന്നുണ്ട് ഞാൻ. പാടാൻ വരുന്നവരെ മൂത്രം പോലും ടച്ച് ചെയ്യും അവിടെ. അയ്യോ, അതൊരു ക്രിയേറ്റിവിറ്റി ആണ് അവിടെ. അതെ, ഇപ്പൊ എന്നിട്ട് റീസെന്റ് വർക്കുകൾ ഓ, ഇഷ്ടം പോലെ ഇപ്പൊ പടങ്ങൾ വന്നോണ്ടിരിക്കല്ല. പാട്ട് എന്തോരം കന്നഡ പാട്ടാ ഞാൻ എഴുതിയേക്കണത്. ഞാൻ രണ്ടുപേരും കേൾപ്പിക്കാൻ താല്പര്യമില്ല, വേണ്ട, അതിന്റെ ആവശ്യം. അല്ല, പുതിയൊരു പാട്ട് ഞാനിപ്പോ പാടിയാണ്. അല്ല, ഒന്ന് പാടുമോ? കൊറേ നാളായി പാട്ട് കേട്ടിട്ട്, ഒന്ന് കേക്കട്ടെ. കന്നഡ പാട്ട് പുതിയ ചെയ്ത പാട്ട് കേട്ടോ. ಮಂಗಳಾರತಿ ದೇವ ತಂದು ಬೆಳಗಿದೆ ಇಂದಿ ಜಯ ಜಯ ಕುಂದಳದಾರದಿ ಚಂದನಿಂದ ನಾಂ കുന്തളധാരതി ചന്ദനിന്ദനാം കുന്തളധാരതി ചന്ദനിന്ദ. എങ്ങനെയാണ്? ഒയ്യോ, ബസ് സ്റ്റാൻഡ് വന്നിട്ട് ചന്തിയിട്ട് കുന്തളിക്കുന്നു. എങ്ങനെയാണ് പാട്ട്? ബാംഗ്ലൂർ പാട്ട് പരിപാടിയാണോ ഈ ചന്തിയിട്ട് കുന്തളിപ്പാണോ? ഞാൻ പറഞ്ഞെന്നുള്ളു. സീറ്റ് നമ്പർ എത്ര? എന്റെ 16. അടിപൊളി. അതെ അതെ, കുഴപ്പമില്ല. അല്ല, എനിക്ക് കൂട്ടുണ്ടല്ലോ 15. അതെ അതെ, 15. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എന്ത്? നീ പോണോ? ഞാൻ പോണം, എനിക്ക് പോണം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടോ. എന്ത്? ഞാൻ ഒരു സ്വപ്നം കണ്ടു. എന്ത്?
ഞാൻ ഒരു സ്വപ്നം കണ്ടെന്ന്. എപ്പോ കണ്ട്? വെള്ളം മേടിക്കാൻ പോയപ്പോ. വെള്ളം മേടിക്കാൻ പോയപ്പോഴാ? അല്ല വെളുപ്പാൻ രാവിലെ. വെളുപ്പാൻ കാലത്താ? എന്തോ സ്വപ്നം? നീ പോണ ബസ് ആക്സിഡന്റ് പറ്റുമെന്ന്. ആ പറ്റും ആക്സിഡന്റ് പറ്റും, കുഴപ്പമില്ല. എനിക്ക് ആക്സിഡന്റ് ഒന്ന് അനുഭവിച്ച് നോക്കണമെന്ന് കുറെ കാലമായി ഞാൻ ആഗ്രഹിക്കണം. ഒരു ആക്സിഡന്റ് പറ്റണമെന്ന്. വെളുപ്പാൻ രാവിലെ കാണുന്ന സ്വപ്നം ഫലിക്കും. അപ്പൊ ഫലിക്കട്ടെ, കുഴപ്പമില്ലാന്ന് ഞാൻ പറയാം. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ പോവൂന്ന് പറഞ്ഞാൽ ഞാൻ പോവും. സ്വപ്നം കണ്ടാണ്. സ്വപ്നമൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ പോവും. എന്താ പ്രശ്നം? എന്താ? അല്ല ഒരു സ്വപ്നം കണ്ട, അതിന്റെ പ്രശ്നം. സ്വപ്നം കണ്ട അതുകൊണ്ട് പോണില്ല, വീട്ടിൽ പോണം. അല്ല അതൊന്നുമല്ല. പിന്നെ ചേട്ടനെ വെളുപ്പാൻ കാലത്തൊരു സ്വപ്നം കണ്ട് നമ്മുടെ ഈ വണ്ടി ആക്സിഡന്റ് ആകുമെന്ന്. അതുകൊണ്ട് എന്നോട് ഇതിൽ പോണ്ടാന്ന്. എന്താണ് ചേട്ടാ ഇങ്ങനെ? അങ്ങനെയൊന്നുമില്ല. ഞാനൊക്കെ വെളുപ്പാൻ കാലത്ത് എന്തോ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. 5 കോടി രൂപ എനിക്ക് ലോട്ടറി അടിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു വെളുപ്പാൻ കാലത്ത്. നടന്നില്ല. അതുപോലെ തന്നെ ഞാൻ വലിയൊരു ഫ്ലാറ്റ് സ്വന്തമായി വാങ്ങിച്ചതായിട്ട് ഞാൻ വെളുപ്പാൻ കാലത്ത് സ്വപ്നം കണ്ടു. എന്നിട്ട് അത് നടന്നില്ല. എന്തിന് കോളേജ് പഠിക്കുന്ന സമയത്ത് ഇവളെ കല്യാണം കഴിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് നടന്നോ? ഇല്ല. നടന്നില്ലല്ലോ. ഞാൻ അശോകേട്ടനല്ലേ കല്യാണം കഴിച്ചത്. അവന്റെ സ്വപ്നത്തിൽ നീ ഉണ്ടായിരുന്ന അത് അശോകേട്ടാ, അർജുൻ ചേട്ടൻ ഞാൻ എന്നെ കല്യാണം കഴിക്കുന്നത് സ്വപ്നം കാണുമ്പോ ഞാൻ ഉണ്ടാവുമല്ലോ. അപ്പൊ നീ താലി കെട്ടാ തല ഒലിച്ചു കൊടുത്ത സ്വപ്നത്തില് അതിപ്പോ സ്വാഭാവികമായിട്ട് കുഴിക്കുമല്ലോ. നിങ്ങളെ കല്യാണം കഴിഞ്ഞെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ സ്വപ്നം കാണലായിരുന്നല്ലേ പരിപാടി? ഞാൻ കണ്ടതല്ലല്ലോ പറഞ്ഞത്, പുള്ളി കണ്ടതാണല്ലോ പറഞ്ഞത്. പ്രിയേ, നീ പുള്ളിയുടെ സ്വപ്നത്തിന് ഞാൻ എന്ത് ചെയ്തു? നീ എന്ത് ചെയ്ത? നിന്റെ കഴുത്തിലല്ലേ താലി കെട്ടിയത്? എന്റെ കഴുത്തിൽ താലി കെട്ടിയ സ്വപ്നം ഞാനല്ലല്ലോ കണ്ടത്, പുള്ളിയല്ലേ കണ്ടത്. എന്തായാലും സ്വപ്നത്തിൽ നീ നിൽക്കുമല്ലേ, അപ്പൊ നിന്റെ കഴുത്തിലല്ലേ താലി? പുള്ളി കണ്ട സ്വപ്നത്തിൽ എന്നെ കണ്ട പിന്നെ ഞാൻ നിൽക്കേണ്ട സ്വപ്നത്തില്. എന്താണ് ഇങ്ങനെ ബഹളം കൂട്ടണം? മക്കത്താടി നീ വന്നതോടുകൂടി എന്റെ ജീവിതം. ഞാൻ കാരണം പറ്റേ ബസ് കുറച്ചു നേരം കഴിഞ്ഞിട്ടേ പോകുന്ന പറഞ്ഞത്. ഇപ്പൊ അവിടെ അന്വേഷിച്ചപ്പോഴേ കാരണം 2-3 പേരും കൂടി വരാണ്ട്. അപ്പൊ ഒരു പണിയാം, നമുക്ക് ഓരോ കാപ്പി കുടിച്ചാലോ? അവളെ കാപ്പി കുടിക്കൂല. പിന്നെ പാലേ കുടിക്കൂ. പാല് കുടിക്കാം. ഈ പാരാത്രി പാൽ എവിടെ ഇരിക്കണ്? അല്ല എന്നാ ചേട്ടൻ പോവാ, നമുക്ക് എന്താ വെച്ചാൽ കഴിച്ചിട്ട് പോവാ. നീ ബാഗില്ലാതെ പോടി. നീ അവനും കൂടെ 15ഉം 16ലും കിടന്നു പോടാ. എനിക്കൊന്ന് കാണും. പ്ലാൻ ചെയ്ത് വന്നേക്കാണ്. ചേട്ടാ, ഇവിടെ മെഡിക്കൽ പോകാൻ പറ്റുമോ? ഇല്ലടാ, റോഡിന്റെ നടുക്കോട്ട് ഇറങ്ങില്ല, നേരെ നമ്മളെ കളിയാക്കണം, ചോദിച്ചല്ലേ ഉള്ളൂ. അതിനാണ് നിങ്ങൾ നിന്റെ കൊച്ചിന്റെ നൂലുകെട്ടിന് എന്റെ 10,000 രൂപ മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ കൊച്ചിന് എത്ര വയസ്സാണ്? 8 വയസ്സ്. 10 വർഷം കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. എന്തിനു വന്നു? പൈസ ഇല്ലെന്ന് പറയാൻ വേണ്ടി. ഉണ്ടെങ്കിൽ തരൂലല്ലോ അണ്ണാ. തരാതിരിക്കൂലല്ലോ. ഞാൻ പൈസ തരാം. എനിക്കറിഞ്ഞോ, എനിക്ക് എന്റെ പൈസ വേണം. എനിക്ക് എന്റെ പൈസ ഇപ്പം വേണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പൊക്കള് കണ്ടോ? നിങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ. പറ. നീ നിങ്ങളെ പൈസ ഞാൻ നാളെ രാവിലെ കൊണ്ടുതരാം. നാളെ രാവിലെ നീ എങ്ങനെ തരും? നാളെ രാവിലെ ഞാൻ മോട്ടിച്ചിട്ടാണെങ്കിലും കൊണ്ടുതരും. എങ്ങനെ? എന്തിന്? നീ ഇപ്പൊ മോട്ടിക്കാനൊക്കെ പോകണേ? അങ്ങ് മോട്ടിക്കുമ്പോ പോകുന്നില്ല, ഞാൻ വെറുതെ പറഞ്ഞത്. എന്താ ആവശ്യം എന്ന് പറഞ്ഞാൽ നീ മോട്ടിക്കൂല്ലേ? അങ്ങനെ മോട്ടിക്കൊന്നുമില്ല, പണ ഞാൻ വെറുതെ പറഞ്ഞത്. എന്നാ അണ്ണന് വേണ്ടി ഒന്ന് മോട്ടിക്കോടാ. പോണ എഴുന്നേറ്റ്. കള്ളന്റെ ഫിഗർ ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ മോട്ടിക്കൊന്നുമില്ല. മോട്ടിച്ചിട്ടുണ്ട് പിള്ളേരെ പാപ്പം, അത് കൊതിയുള്ളപ്പം മാത്രം. അല്ല ഞാൻ മോട്ടിക്കൊന്നുമില്ല. ഞാൻ എന്നെ ഒന്ന് സഹായിക്കോടാ. എന്തിനു സഹായിക്കാം? നീ എനിക്ക് തരാന്നുണ്ട 10,000 രൂപ നീ തരണ്ടാ. തരണ്ട. പിന്നെ നീ എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. എന്തിനാ? കണ്ട ആ കിടക്കണ ബസ് കണ്ട? ഈ ബസ് എന്റെ ഭാര്യയും അവളുടെ കാമുകനും കൂടെ ബാംഗ്ലൂർ പോകാൻ നിൽക്കുന്ന ബസ്സാണ്. കാമുകനാ? ആ ബസ് ഇന്ന് ഇവിടെ നനങ്ങരുത്. ബസ് ഇവിടെ നിന്ന് അനങ്ങരുത്? അല്ല ഞാൻ എന്ത് ചെയ്യണം? നീ സഹായിക്കണം. എന്നെ ബസ്സിന്റെ അടയാക്കാൻ പോണ? ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ ഇരുന്ന് പോണ ബസ്സല്ല, കിടന്നു പോണ ബസ്സാണ്. കിടന്നു പോണം? നമ്മുടെ വളവും തിരിവൊക്കെ വെച്ച് നോക്കുമ്പോ എന്തൊക്കെ പറഞ്ഞാലും ഒരു സൈക്കിളില്ലടാ. അതുകൊണ്ട് നീ ചെയ്യേണ്ട ഒറ്റ കാര്യവും അവളൊന്ന് ബാംഗ്ലൂർ പോകരുത്. അതിനുവേണ്ടി നീ എന്റെ കൂടെ നിൽക്കൂടാ. കൂടെ നിൽക്കാം. എന്റെ ഭാര്യ ഇവിടെ വരുതോണ്ട് നിൽക്കണണ്ടാ. അതാണല്ലേ ഭാര്യയല്ലേ? മറ്റേ അടുത്തിരിക്കുന്ന ആളാ? അതാണ് അവളുടെ കൂടെ കണ്ട കോളേജിലോ എവിടെയും കണ്ട പഠിച്ചിട്ട് പാട്ട് മിണ്ടിക്കഴിഞ്ഞപ്പോ കന്നഡ പാട്ട്, ചന്തിട്ടാ പാട്ട്. മറ്റേ പുള്ളിയല്ലേ? മറ്റേ തുന്നിന്റെ താഴെ ഷഡിയുള്ള പുള്ളിയല്ലേ? അത് നമുക്ക് തടി എന്നടാ.
സഹായിക്കണം. സഹായിക്കാം. ഞാനൊരു ഐഡിയ പറയാം. എന്തിനാണ് ഐഡിയ? അവിടെ കഴുത്തിലൊരു മാലയുണ്ട്, നീ അത് പൊട്ടിച്ചോണ്ട് ഓടണം. പൊട്ടിച്ചോണ്ട് ആൾക്കാർ പിടിക്കില്ലേ? എങ്ങനെ ഇവിടെ 4-3-7 ഇവരാ കടക്ക് അങ്ങേക്ക് ഓടാനൊന്നും വയ്യാക്ക് നിൽക്കാൻ കേസ് പോലെ ഇത്. കേസ് ഒന്നും അവനെ ഞാൻ നോക്കില്ല, ഞാനല്ലടാ കേസ് കൊടുക്കണത്. അത് തന്നെ അതാണ് കേസ് കൊടുക്കണത്. അപ്പൊ ഞാൻ കൊടുക്കൂല. ഞാൻ മാല പൊട്ടിച്ചാൽ മതി. എന്റെ ജീവിതത്തോട് പ്ലീസ്. ഓക്കെ ഓക്കെ. എന്തൊരു ദിവസം കൂടെ ഇങ്ങനെ പ്ലീസ്. പക്ഷെ നീ മുഖം മറയ്ക്കണം, മുഖം മറക്കണം. ഇങ്ങനെ പോയാൽ പറ്റില്ല. നമുക്ക് ഇങ്ങനെ മറക്കാണോ? കുഴപ്പമില്ല. ഞാൻ മറക്കാം. ഞാൻ അവളെ വിളിക്കും, അവള് വരും കേട്ടോ. ആ പിന്നെ എന്തുവാടാ അത് നേരത്ത് എന്താടാ എന്നെ തിരിച്ചറിയില്ല എണ്ണം. ദാണ്ട ബാംഗ്ലൂർ പോണവര് ബാഗ് എടുത്തോണ്ട് നോക്കണം. എനിക്ക് ബാഗ് ചുമന്നോണ്ടിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചുമക്കണ്ട, ഞാൻ ചുമന്നോളാം. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ കൊണ്ട് വെക്കാനുള്ളത് തന്നെ. ഓ എടി നാളെ പോവാടി. ഞാൻ പറഞ്ഞു നിങ്ങളെ എന്നാ വെള്ളം കുടി, എന്നാ കുടി, തളരും. നമുക്ക് വീട്ടിൽ പോവാം. ഈ ബസ് പോവില്ല, മാല ഇല്ലാത്തോണ്ട്. ഞാൻ അവനെ ഓടിപ്പിടിക്കും. മാല വിട്ടിട്ട് വീട്ടിൽ ഇന്ന് പതതുപ്പി ചാവും. നീ വാ, നമുക്ക് വീട്ടിൽ പോവാം. അർജുനോട് പറയാതെ എങ്ങനെ പോവും? അയ്യോ അവൻ പതതുപ്പിയപ്പോ ചാവും. അടിക്കണ്ട 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 അടിക്കണ്ട. യവനക്കാരണം ജീവിക്കാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ പോവാം, അല്ലെങ്കിൽ നിന്റെ അർജുൻ ഒന്ന് ചാവും. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. എനിക്കെങ്ങനെ പോകാൻ പറ്റില്ല. നിങ്ങളൊരു മനുഷ്യനാണോ? മനുഷ്യ യവനൊക്കെ കൂടെ ഈ ബസ് സ്റ്റാൻഡ് തകർക്കും. കഷ്ടപ്പെട്ട് കിടന്ന് ഓടുവല്ലേ. നമുക്ക് വീട്ടിൽ പോവാം, നമുക്ക് വീട്ടിൽ പോവാം. എന്റെ മാലയില്ലാതെ ഞാൻ വരൂല. എടി ഈ ബസ് ഇന്ന് പോവൂല. ഈ ബസ് സ്റ്റാൻഡ് മൊത്തം അവന്റെ പുറകെ ഓടിയാണ്. എന്റെ മാല അവനാണ് ഓടണമെങ്കിൽ തളരണ ഞാനാണ്. നമുക്ക് വീട്ടിൽ പോവാം. നിങ്ങൾക്ക് എന്ത്? നമുക്കിന്ന് പോണ്ട, നമുക്ക് വീട്ടിൽ പോവാം. നിങ്ങൾക്ക് വീട്ടിൽ പോണം. വീട്ടിൽ പോണത് വീട്ടിൽ നിന്ന് കിഴക്ക വെച്ച് നാളെ പോവാം. എവിടെ പോണ നീ? നീ എവിടെ പോണടാ? സ്വർണ്ണം കട്ടവിനെ പോലീസ് ഏൽപ്പിക്കണം. നമുക്ക് പോലീസ് ഏൽപ്പിക്കണം. അത് വേണ്ട, അത് വേണം, ഏൽപ്പിക്കണം. വേണ്ട. എന്തുകൊണ്ട് വേണ്ട? അത് സ്വർണ്ണമല്ല, അത് റോൾഡ് ഗോൾഡ്. അയ്യോ ആണോ നീ വിഴുങ്ങിയത്? വിഴുങ്ങി, അത് വിഴുങ്ങുകയും ചെയ്താടാ നീ. അപ്പൊ ഞാൻ റോഡ് റോളറിന് വേണ്ടിയാ പ്രധാന കിടന്ന് ഓടിയത്. റോഡ് റോളറാ? ഞാൻ വിഴുങ്ങിയത് റോഡ് റോളറെന്ന് പറഞ്ഞു. എന്റെ പെങ്ങളെ ഒരു കാര്യം പറയട്ടാ, ഈ അണ്ണാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മാല പിടിച്ചോണ്ട് ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബസ്സിൽ കയറി പോകില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. പ്ലീസ് എന്നോട് ക്ഷമിക്കണം. ഒരു കാര്യം ചെയ്തോട്ടാ, കേട്ടാ, കൊടുത്തില്ലേ ഒറ്റ കാര്യം. ഇത് എന്താണെന്നറിയാമോ? എന്നെ അങ്ങോട്ടൊരു ഓട്ടിച്ചെന്നില്ല. സ്വന്തം ഭാര്യയുടെ കഴുത്തി കിടക്കുന്നത് റോഡ് റോളറാണോ സ്വർണ്ണമാണോ എന്ന് ആദ്യം തിരിച്ചറിയണം. എന്നിട്ട് സ്വന്തം പെണ്ണുമ്പിള്ളെ സംശയിക്കണം. മനസ്സിലായ? മനസ്സിലായി. അനിയ താങ്ക് യുടാ. ഇത് നേരത്തെ കിട്ടണമായിരുന്നു. അതെ അല്ലേ? ഇതേ സമയമായി ബസ്സിൽ എടുക്കുന്ന പറഞ്ഞേ. അതെ എടുക്കുമെന്നോ?
ബസ് ഇപ്പൊ എടുക്കുന്നു. അങ്ങനെ അതെ അതെ. എന്നാ പിന്നെ നമുക്കങ്ങ് പോയാലോ? പോയാലോ? ചേട്ടാ, ആയിക്കോട്ടെ. എന്നാ ഞങ്ങള് പോട്ടെ. ടാറ്റാ. സഹകരിച്ചതിന് ഒരുപാട് നന്ദി കേട്ടോ. ഇനിയും ഇമാതിരി കലാപരിപാടികൾ ഉണ്ടെങ്കിൽ വിളിക്കാം. വാളിയാ വീട്ടിൽ പോയി 2 അടിച്ചിട്ട് കിടന്നുറങ്ങാം. Cutie, the hand wash presents Comedy Masters, co-presented by SLBS Mark Lens, powered by Amardhaveni Lice Kit, co-powered by Rajakumari Group. Yes. നമ്മൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ അടുത്ത ബാറ്ററി സ്കിറ്റ് ആണ് കാണാൻ പോകുന്നത്. As you all know, അവരാണ് ഇറക്കാൻ പോകുന്നത്. അതായത് അടുത്ത് നമ്മുടെ ഫ്ലോറിലേക്ക് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി വരാൻ പോകുന്നത് ഈ ഫ്ലോറിലെ മികച്ച 3 പേരടങ്ങുന്ന ഒരു കോംബോ ആണ്. Okay. പക്ഷേ ആ സബ്ജക്ട് പറയാനുള്ള അവകാശം എനിക്കില്ലാത്തതുകൊണ്ട് എന്റെ 2 പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ആ അവകാശം ഞാൻ കൊടുക്കുന്നു. സിംഗിൾസ് സ്റ്റെപ്പ് ബാക്ക്. മനസ്സിലായില്ലേ? ഈ ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ നമുക്കാണെങ്കിലും ഓഡിയൻസിനാണെങ്കിലും ഏറ്റവും സ്വീകാര്യതയുള്ള കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. ഒന്ന് ആദ്യ രാത്രി, എന്തോ പോലെ. രണ്ടാമത് ഹണിമൂൺ. തിന്നിമ്പിള്ളക്ക് തന്നെ കോതി. കഴിഞ്ഞൊരു എപ്പിസോഡില് ആദ്യ രാത്രി വന്നോണ്ട് നമുക്കൊരു ഹണിമൂണൊക്കെ വേണ്ടേ? അപ്പൊ കേൾക്കുമ്പോൾ തന്നെ കുളിര് കോരുന്ന ആ ഒരു ടോപ്പിക്കുമായിട്ട് എത്തുന്നു ശരത്, ഷൈൻ ആൻഡ് ഐശ്വര്യ. ഈ അവസരത്തിൽ പറയാൻ പറ്റുന്നതാണോ എന്നറിയില്ല, ആ ഹണിമൂണിന്റെ കൂടെ ബാറ്ററിയും കൂടെ അതൊക്കെ എപ്പോ ചൂടായിരിക്കും. എന്നാ കോരിത്തെരിപ്പിച്ച് നമുക്ക് സ്കിറ്റ് കാണാം. ഈ ജിയോടെ ഒരു കാര്യം, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? ജീവ, ഞാനേ ആപ്പ് വഴി ഓർഡർ ചെയ്തൊരു പ്രോഡക്റ്റ് ഇപ്പൊ വരും. ഞാൻ ഒന്ന് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തോട്ടെ. ഇതുപോലെ ആപ്പിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പെങ്കൊച്ചിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇവിടെ അമ്മ ഇവിടെ അച്ഛന്റെ പേര് ഗോപാലൻ എന്ന് പറഞ്ഞപ്പോ ഇവള് വിശ്വസിക്കാതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയ പെണ്ണായത് അറിയോ? ഇവള് മിക്കവാറും ഈ ഹണിമൂൺ കുളമാക്കും. എന്താ ജീവ ഒറ്റയ്ക്കൊരു വർത്താനം? സോറി, ഞാനൊരു 10 സെക്കൻഡ് ലേറ്റ് ആയി. അവിടെ പോയി നിന്ന് എണ്ണിയോ? അല്ല, ടൈമർ ആപ്പ്. അവിടെ ജീവ, നമ്മള് ഹണിമൂണിന് വന്ന ഈ സ്ഥലം എത്ര ബ്യൂട്ടിഫുൾ അല്ലേ? എനിക്ക് അത്ര ബ്യൂട്ടിഫുൾ ആയി തോന്നുന്നില്ല. അതെന്താ? അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയി നീ എന്റെ മുന്നിൽ നിൽക്കുമല്ലോ. ഓ ജീവ, ഇഷ്ടപ്പെട്ടൊന്ന് പറ. എന്തിനാ പറയുന്നേ? കാണിച്ചാ പോലെ. വീണ്ടും അതല്ല ജീവ, ഈ സ്ഥലം ഇഷ്ടപ്പെട്ടൊന്ന് പറയാൻ. ഇനി വന്നേ, നീ ആ വെള്ളച്ചാട്ടത്തിലേക്ക് നോക്ക്. എന്താ? അതിന് മുകളിൽ ഒരു ചെറിയ വീട് കെട്ടി നമുക്കവിടെ ജീവിച്ചാലോ? അപ്പൊ ഒഴുകി പോവൂലേ? ആരെങ്കിലും ചോദിച്ചാൽ ഹൗസ് ബോട്ടാന്ന് പറഞ്ഞാൽ മതി. ഓ ജീവ, അപ്പൊ ജീവയ്ക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടല്ലേ? എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? ഞാനേ ആപ്പ് വഴി കണ്ടുപിടിച്ചതല്ലേ. ആപ്പ്? ഈ വന്നേ, നമുക്ക് ആൺകുട്ടി വേണോ അതോ പെൺകുട്ടി വേണോ? അത് പറ. ആപ്പിനോട് ചോദിക്കാം. നീ അതെങ്കിലും എനിക്കൊന്ന് വിട്ടു തരുമോ? ജീവ, അങ്ങനെയാണെങ്കിൽ 2 കുട്ടികൾ വേണം. ഒരു ആൺകുഞ്ഞ്, ആൺകുഞ്ഞിന്റെ പേര് ChatGPT. ഇളയത് പെണ്ണാണെങ്കിലേ അവളുടെ പേര് ജെമിനി. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്ലേ സ്റ്റോർ വേണോ? എന്നാ വാ, നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാം. ജീവ, നമുക്ക് കുറച്ച് മധുരം നുകർന്നാലോ? ഇന്ന് ഞാൻ ഷുഗർ വന്ന് ചാവും. ജീവ, കൂടെ അല്ല, പിന്നെ ദേ ഇത്. ഇതായിരുന്നു. എന്താ ജീവ അവിടെ എഴുതി വെച്ചേക്കുന്ന കണ്ടില്ലേ? ഇവിടെ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്. ആണോ? അതെന്താ? ഒഴുക്കിവിടാലോ. അങ്ങനെ. അതെ, നീ എന്റെ കൂടെ വന്നേ പിന്നെ എനിക്കൊരു തോന്നൽ. എന്താ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണ്. അല്ല ജീവ, ഞാനാ ഏറ്റവും കൂടുതൽ ഭാഗ്യവതി. അല്ല ഞാനാണ്. അല്ല ഞാനാ. അല്ല ഞാനാണ്. അല്ല ഞാനാ. ചെബിക്കല്ലടിച്ച് ഞാൻ പൊട്ടിക്കും. ഞാൻ നിന്റെ ഭർത്താവാണെങ്കിൽ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ആപ്പിനോട് ചോദിക്കാം. എന്ത് പറഞ്ഞാലും നിനക്ക് എന്തോടി ഈ ആപ്പ്? എടി, നീ ഈ കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് നീ ഈ ആപ്പിൽ ഫോണിൽ നോക്കാതെ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ആര് പറഞ്ഞു തന്നിട്ടില്ലെന്ന്?
ഫോണിലും ആപ്പിലും നോക്കാതെയല്ലേ ഞാൻ കിസ് എന്നത്. എന്നാ ചോദിക്കാതെ ഒരെണ്ണം താ. ഇവിടെ വെച്ചോ? ഇതിനൊക്കെ ഒരു മറയൊക്കെ വേണ്ടേ? അതിനല്ലേ ഈ കൊട. നമുക്ക് എണ്ണാം. ജീവ, എന്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നു. ആര് പറഞ്ഞു? ഈ ഹാർട്ട് ബീറ്റ് ആപ്പ്. പിന്നെ അവിടെ ഒരു ആപ്പ്. എടി നിനക്ക് നിന്നെ പോലെ ആപ്പിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അത് ജീവിക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. എന്റെ അച്ഛനെ അമ്മയെ കല്യാണം കഴിച്ചത് ആപ്പ് വഴിയാ. അങ്ങനെ ആയിരിക്കത്തില്ല. നിന്റെ അമ്മയെ കല്യാണം കഴിച്ചതിന് ശേഷമായിരിക്കും നിന്റെ അച്ഛൻ ആപ്പിലായത്. ജീവ ഇല്ലാതെ പോലും ഞാൻ ഈ ഹണിമൂൺ ആഘോഷിക്കും. പക്ഷേ ഫോണും ആപ്പും ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല. എന്തോ പറഞ്ഞേ? ഫോണും ആപ്പും ഇല്ലാതെ പറ്റില്ലാന്ന്. ജീവ ഇതെങ്ങോട്ടാ? എങ്ങോട്ടാ? ഞാൻ ചാടാൻ പോവാ. ചാടില്ല ജീവ. നീ ഒന്നും പറയണ്ട, ജീവൻ പോകും. അതാ ഞാൻ പറഞ്ഞേ, താഴോട്ട് ചാടിയാ ജീവൻ പോകും. നിനക്ക് ആ ഫോണ് പോരെ, ഈ ജീവനെ വേണ്ടല്ലോ. ജീവ, നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. സത്യം? സത്യം. അത്രയ്ക്ക് ഇഷ്ടമാണോ? ജീവ, പുട്ടുണ്ടാക്കുന്നത് മാവ, കുട്ടികൾ കളിക്കുന്നത് പാവ. ഈ ഹണിമൂൺ കഴിയുമ്പോ നമുക്കൊരു വാവ. അഞ്ചാമത്തത് പോലെ തന്നെ. ഒരു പൂവിനെ നിശാശലഭം തൊട്ടുണർത്തും യാമമായി നറുമഞ്ഞുമി നിലാക്കുളിർ ഒന്നു ചേരും നേരമായി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ജീവ എന്ന യൂസർ ഐഡിക്ക് മറ്റൊരു പാസ്വേഡ് ഉണ്ടോ? പാസ്വേഡോ? ജീവ, ഇതിനു മുന്നേ വല്ല പ്രണയം ഉണ്ടായിരുന്നോന്ന്? സത്യം പറഞ്ഞ എനിക്കൊരു പ്രണയമില്ലായിരുന്നു. സത്യം? സത്യം. ഞാനെങ്ങാണ ഫോർഗോട്ട് അടിച്ച് നോക്കുമ്പോ പഴയ പാസ്വേഡ് വല്ലതും കിട്ടിയ? ഒരെണ്ണം ഉണ്ടായിരുന്നു. എന്തിനാ ജീവ അത് പറയാൻ പഠിക്കുന്നേ? ഇനി എങ്ങോണോ ആ പാസ്വേഡ് റീസെറ്റ് ചെയ്തെടുത്താ നിന്റെ അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യും. നീ എന്തിനാ ഈ അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നിനക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ആറാമത്തെ ജീവ, കുറച്ചു നാൾ കഴിയുമ്പോഴേ നമ്മുടെ ജീവിതത്തിലോട്ട് പുതിയൊരു അംഗം വരും. അതങ്ങനെയാണല്ലോ. അവൻ വരുമ്പോ നാരങ്ങ വെച്ച് വേണം ജീവൻ സ്വീകരിക്കാൻ. നാരങ്ങ? സത്യം പറയടി, നീ ഇതേ ആപ്പ് നോക്കിയാ നീ കണ്ടുപിടിച്ച. ഇപ്പൊ നീ നാരങ്ങ പറഞ്ഞു, നാളെ നീ പറയും ഹാരം കെട്ടിട്ട് വേണം അവനെ ഇറക്കാനെന്ന്. കെട്ടണോ? കെട്ടണം. പുതിയ വണ്ടി എടുക്കുമ്പോ ഹാരം കെട്ടണം. വണ്ടി? വണ്ടി? ഞാൻ ചോദിക്കട്ടെ, ഏത് വണ്ടി ഓർഡർ ചെയ്തേക്കുന്നത്? ബൈക്കാണോ? അല്ല. പിന്നെ കാറ്? അല്ല. അപ്പൊ ബസ്? അല്ലെന്നേ. എന്നാ നീ തന്നെ പറ. ആപ്പേ. ആപ്പയോ? ആപ്പയ്ക്കകത്താകുമ്പോ ആപ്പുണ്ടല്ലോ. ആപ്പ്. എടി നിന്റെ ഈ ഒരു ആപ്പ് കാരണമാണ് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് വരെ കുളമായത്. നീ എന്തോ ചെയ്യുന്നോ? എടി ഞാൻ ഫസ്റ്റ് നൈറ്റിന് നിന്നോട് എന്തോ പറഞ്ഞേ, ഫ്രീ ആയിട്ട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന്. അപ്പൊ നീ എന്തോ എന്നോട് പറഞ്ഞേ, ആദ്യത്തെ 1 മിനിറ്റ് ഫ്രീയും ബാക്കിയുള്ള ഓരോ മിനിറ്റിനും 9 രൂപ വെച്ച് മേടിച്ചവളാണ് നീ. അങ്ങനെയാണെങ്കിലേ ജീവ ഒട്ടും മോശമൊന്നുമല്ല. എന്റെ കല്യാണത്തിനൊരുക്കിയ ബ്യൂട്ടീഷ്യൻ അശ്വതി ചേച്ചിക്ക് ജീവ എന്തിനാ ഐഫോണിന്റെ ബോക്സിൽ സാധാ കീപാഡ് വെച്ച് കൊടുത്തത്? ആ ഐഫോൺ ബോക്സ് തുറന്നപ്പോ അവരുടെ പ്രതീക്ഷകൾ മൊത്തം തെറ്റിയില്ലേ? പ്രതീക്ഷ തെറ്റിയോ? അതുപോലാണ് കല്യാണത്തിന് നിന്നെ ഒരുക്കിയ മേക്കപ്പ് അടിച്ചപ്പോ എന്റെ പ്രതീക്ഷ തെറ്റിയത്, അറിയോ? ജീവ, അപ്പോ ജീവ പറയുന്നത് ഞാൻ സുന്ദരിയല്ലെന്നല്ലേ? അങ്ങനല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറയാൻ വന്നേ. ബ്യൂട്ടി ആപ്പ് പറഞ്ഞല്ലോ ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയെന്ന്. എന്നാ നീ ആപ്പ് വെച്ച് നോക്ക്, ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരൻ. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കാം. നിന്നെ കുറച്ച് ഇനി കുറച്ചും കൂടെ കുറച്ചും കൂടെ ഇവിടെ കിടന്നാലോ? അത്രയ്ക്കങ്ങ് പോണ്ടായിരുന്നു. ജീവ എന്തോ പണിയാ കാണിച്ചത്? ഞാൻ എന്ത് പണി കാണിച്ചെന്നാ? ഫോട്ടോ കിട്ടിയില്ല. അയ്യോ, എടി എന്റെ ജീവനാദ്യം കിട്ടുമോ നോക്കടി. ജീവ കേറുവാ, ജീവ കേറുവാ. കേറിവാ എന്ന് പറയുമ്പോ കേറി വരാൻ ഞാൻ നിന്റെ വീടിന്റെ സിറ്റൗട്ടിലല്ല നിൽക്കുന്നത്, ഞാൻ ഈ കുഴി കിടക്കുവാ. അങ്ങനെയാണെങ്കിലേ ഈ സാരിത്തുമ്പി പിടിച്ച് കേറുവാ. എന്നിട്ട് വേണം നാട്ടുകാർ പറയാൻ ഞാൻ നിന്റെ സാരിത്തുമ്പിലാണത്. എനിക്ക് ജീവ അവിടെ പിടിച്ച് നിക്ക്. എനിക്ക് പേടിയാവുന്നു, അടിയൊഴുക്കുണ്ട്. അതിന് മാത്രം ഒഴുക്ക് അവിടെ ഇല്ലല്ലോ. അതല്ല, പേടിച്ചിട്ട് അടിയെന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ജീവ, ഞാനേ റെസ്ക്യൂ ആപ്പ് വഴി ആരെങ്കിലും രക്ഷിക്കാൻ വിളിക്കാൻ കേട്ടോ. അതിലും ആപ്പോ? ജീവ, റെസ്ക്യൂ ആപ്പ് പറയുന്നതേ ആരോ ഒരാളിപ്പോ വരുമെന്നാ. അതെ, ഇവിടെ മൊത്തം വരാല എന്നെ കൊത്തിക്കൊണ്ടിരിക്കുക. കൊത്തല്ലെന്ന് പറ ജീവ. പറയാം, കൊത്തല്ലേ വരാലേ അവിടെ കൊത്തല്ലേ വരാലേ. അയ്യേ, എന്റെ ഹണിമൂണാണേ, വരാലേ. അങ്ങോട്ട് വരാലോ അല്ലേ?
മീ മാഡം, റെസ്ക്യൂ ആപ്പിൽ നിന്ന് വരികയാണേ. ആണോ? അതെ, മേഡത്തിന് ഞങ്ങൾ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? അതെ, എന്റെ ഹണിമൂൺ ആണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപാട് സഹായിക്കേണ്ടി പറയും മേഡം, പറ. എന്റെ ഭർത്താവ് പോയി. അങ്ങനെയാണെങ്കിൽ പോട്ടെ മേഡം, നമുക്ക് സെക്കൻഡ് ചോയ്സ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, അത് നമുക്ക് ഒരാളെ ബുക്ക് ചെയ്യാം. എങ്ങാനും അങ്ങനെ വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിൽപ്പുണ്ടല്ലോ. മേഡത്തിന്റെ ഹണിമൂൺ ആണ്, അതുകൊണ്ടാണ് ഭാര്യയും മക്കളുള്ള ഞാൻ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത്. അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. എടോ, എന്റെ ഹണിമൂൺ വന്ന ഭർത്താവ് വെള്ളത്തിൽ പോയി. വെള്ളത്തിൽ പോയാ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ, അത് മേഡത്തിന്റെ ഭർത്താവാണോ? ഞാൻ മരിച്ച ആഫ്രിക്കൻ പായലായിരിക്കും. രക്ഷിക്കണോ? പുള്ളിയെ രക്ഷിക്കണോ? പിന്നെ വേണ്ടേ? വേണോ? അങ്ങനാണെങ്കിൽ നമുക്ക് രക്ഷിക്കാം. ഇതന്നെ മേഡം ഒരു കൊടയൊക്കെ തുടരുത്. അപ്പോ കൊട വെച്ച് ഇവിടെ എന്തോ ഒരു പ്ലേ നടന്നിട്ടുണ്ട്. അതൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ എന്റെ ഭർത്താവിനെ രക്ഷിക്കണോ? രക്ഷിക്കാം മേഡം. അതിനു മുമ്പ് മറ്റൊരു കാര്യമുണ്ട്. ഭർത്താവ് വെള്ളത്തിൽ പോയി സ്ഥിതിക്ക് നമ്പറും തരാൻ പറ്റുമോ? ഭർത്താവ് വെള്ളത്തിൽ പോയ അവസ്ഥയിൽ ഭാര്യയോട് നമ്പർ ചോദിക്കുന്നോടോ? ഇൻസ്റ്റൈന് മതിയോ? ഇതിന്റെ മറുപടി ഞാനിവിടെ പറയുന്നില്ല. അതല്ല മേഡം ഞാൻ ഉദ്ദേശിച്ചത്. മേഡത്തിന്റെ എന്റെ OTP ഉണ്ട്. OTPയോ? കൊടുക്കരുത്. നീ കേട്ടിട്ടില്ലേ, അജ്ഞാത നമ്പറുകളിൽ നിന്നോ അടുത്തുള്ള ആളുകൾക്കോ OTP നമ്പർ ഷെയർ ചെയ്യാൻ പാടില്ല. സംശയമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ 1800 എന്ന നമ്പറിലേക്ക് വിളിച്ചു നോക്കൂ. എടാ, കേന്ദ്ര സർക്കാരിന്റെ മെസ്സേജ് പറഞ്ഞവനേരാ. നിന്റെ നനഞ്ഞ OTP കൊണ്ട് നീ ഇവിടെ കിടന്നു. അയ്യോ, അങ്ങനെ പോവല്ലേട്ടാ. എന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചിട്ട് പോ. സാറിനെ രക്ഷിക്കാൻ ഇപ്പൊ നമ്മുടെ 3 ഓപ്ഷനാണ്. പെട്ടെന്നാവട്ടെ. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പാതാളക്കരണ്ടി എടുക്കാം, രണ്ടാമത് ഇറങ്ങി എടുക്കാം, മൂന്നാമത് കയറാണ്. ഇവിടെ നമുക്ക് ഏതിലാണ് പിടിക്കേണ്ടത്? എടോ, ഏത് പിടിച്ചാലും എന്റെ ഭർത്താവിനെ ഒന്ന് രക്ഷിച്ചാ മതി. പറ്റില്ല മേഡം, മേഡമാണ് ഞങ്ങളെ വിളിച്ചത്. അപ്പൊ മേഡം സെലക്ട് ചെയ്യാം. എടോ, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് എന്റെ ഭർത്താവിനെ രക്ഷിക്കണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കയറി പിടിച്ചാലോ? വേണ്ട, എനിക്കങ്ങനെ രക്ഷപ്പെടണ്ട, എനിക്കങ്ങനെ ജീവിക്കണ്ട. അല്ല ജീവ, അത് അയാളുടെ ഓപ്ഷനാ. അതവന്റെ ഓപ്ഷൻ അല്ല, അത് ക്യാപ്ചർ. നീ മാറി നിൽക്കണേ. ജീവ, അയാളത് ചെയ്തോട്ടെ. എടി, ഈ വെള്ളത്തിൽ കിടക്കുന്നത് വരാലല്ല, നിന്റെ ഭർത്താവാ. പേരെന്തേലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പാതാളക്കരണ്ടി എറിഞ്ഞാലോ? പാതാളക്കരണ്ടി എടുക്കുന്നത് തൊട്ടിയല്ലേ? ഞാൻ കിടക്കുന്നവൻ എന്തുവാണെന്ന് നിങ്ങൾ കരുതുന്നത്? എന്റെ പൊന്നു മേഡം, ഇവന്റെ സംസാരം കേട്ടാൽ അറിയോ മഹാതൊട്ടിയാണ് ഉള്ള കാര്യം. എന്റെ കെട്ടിയോടല്ലോ പറഞ്ഞോണ്ടല്ലോ. ഓഹോ, അങ്ങനെയാണെങ്കിൽ പിന്നെ മേഡം ഒന്ന് രക്ഷിച്ചു. അയ്യോ, അതല്ല, ഇനി ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടല്ലോ. ഇറങ്ങിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ എടുക്കണം മേഡം. ആരിറങ്ങും? മേഡം ഇറങ്ങണം. പിന്നെ ഞാൻ ഇറങ്ങണം. പിന്നെ താൻ ഇറങ്ങണം. അയ്യോ മേഡം, ഞങ്ങൾ ആപ്പിന്ന് വന്നവരാണ്. ഞങ്ങൾ അങ്ങനെ ഇറങ്ങാറില്ല. ഞങ്ങൾ ഇങ്ങനെ പറയത്തതേ ഉള്ളൂ മേഡം. എന്തൊരു പന്നാപ്പാടോ എന്റേത്. അയ്യോ, ഞങ്ങളുടെ മാത്രമല്ല, ഫോണിലുള്ള എല്ലാ ആപ്പുകളും ഇങ്ങനെയാണ് മേഡം. ഉദാഹരണത്തിന് നമ്മൾ ജിപേ എടുത്തു കഴിഞ്ഞാൽ ഈ ജിപേക്കകത്ത് ആരാണ് പൈസ ഇടുന്നത്? എന്റെ ജിപേക്കകത്ത് ഞാൻ. ഈ പൈസ ഉണ്ടാക്കുന്ന ആരാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ മാത്രമേ ജിപേ ഉള്ളൂ. അതുപോലെ കണ്ട്രാക്ക് കളിച്ച് വിടാൻ മാത്രമേ എനിക്ക്. അങ്ങനെ രക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ മേഡം ഒരു കാര്യം ചെയ്യൂ, 108ലേക്ക് വിളിക്കൂ. അത് 108 ഇപ്പൊ വിളിച്ച ഇവനെ വയ്യട്ടെങ്കിലും ജീവനോടെ രക്ഷിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഷാപ്പിൽ ഇവൻ തലക്കറിയായിട്ട് രക്ഷിക്കും. എനിക്കറിയത്തില്ല മേഡം. ആരും രക്ഷിക്കണ്ട. ജീവ, എന്റെ ജീവ. ജീവ എങ്ങനെ ജീവ രക്ഷപ്പെട്ടത്? എങ്ങനാന്നോ, ഏതോ ചൂണ്ടയിടാൻ വന്നവന്മാര് കൊറേ ആപ്പ് അടിച്ചു വെച്ച് ആ ആപ്പി പിടിച്ച് ഞാനിങ്ങി കേറി. അപ്പഴേ ഞാൻ പറഞ്ഞില്ലേ ആപ്പ് ജീവയെ രക്ഷിക്കുമെന്ന്. നീ മിണ്ടിപ്പോകരുത്, നിന്റെ ആപ്പാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ജീവ, എക്സ്ക്യൂസ് മീ, ഒരു കാര്യം. എന്താണ്? വെള്ളത്തിൽ വീണാളെ രക്ഷിക്കാൻ ഒരു ഓഫറും കൂടെ നമുക്ക് കിടപ്പുണ്ട്. ഇത് ആദ്യമേ പറയണ്ടേ? ഒരാൾ താഴെ ഉണ്ട്. സൂക്ഷിച്ചു നോക്കിയാലും കാണുന്നുണ്ടോ? ഒരു നിഴല് കാണുന്നുണ്ട്. അതാണ് നീ ചെല്ല. അതെ, നീ ഞാനിപ്പോ കേറി വന്നില്ലേ, അതുപോലെ നീ ഇങ്ങ് കേറിപ്പോര്. അങ്ങനാണെങ്കിലേ സാർ ഒരു കാര്യം ചെയ്യണം. എന്റെ ആപ്പിനെ പറ്റി റിവ്യൂ പറയണം, 5 സ്റ്റാർ അടിക്കണം. 5 സ്റ്റാർ അല്ല, നീ അത് ഈ കേറി പിടിച്ച് വന്നില്ലെങ്കിൽ ഇന്ന് വൈകിട്ട് നക്ഷത്രമായിട്ട് നീ ആകാശത്ത് നിൽക്കും. സാധാരണ ഹണിമൂൺ സ്കിറ്റ് എന്ന് പറയുമ്പോഴേ ഇതൊരു നീതി പുലർത്തിയ ഒരു ഹണിമൂൺ സ്കിറ്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ ജോസഫ് ഉണർന്നു. ജോസഫേ, ഹൂ ഈസ് ദ ഫസ്റ്റ് ഹണിമൂൺ കപ്പിൾ ഇൻ ദ വേൾഡ്? ജോസഫേ, എന്റെ ഇംഗ്ലീഷ് അറിയാമോ? പക്ഷെ വേറൊരു കാര്യമുണ്ട്, എല്ലാ മനുഷ്യരുടെ ലൈഫിൽ അവരുടെ ഹണിമൂൺ ആണ് അവരുടെ ഫസ്റ്റ് ഹണിമൂൺ. അല്ല മോളെ, ഹണിമൂൺ എന്ന് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ അല്ല, പുറത്താണ്. ഹണിമൂൺ എന്ന് പറയുന്ന ആദ്യം ഈ കപ്പ് ഇവിടെ നമ്മൾ പാലും പഴം കൊടുക്കൂലേ, പുറം രാജ്യങ്ങളിൽ ഹണിയാണ് കൊടുത്തത്, തേൻ. ചങ്ങല എടുത്ത് വിഴുങ്ങോ?
സീരിയസ് ആണേ സാറ് സീരിയസ് ആ. ഷൂ അവിടെ വരെ എത്തിരുന്നേ ഊരി എറിഞ്ഞു. മോളെ ഇവിടെ നമ്മള് പാലും പഴം കൊടുക്കുന്ന പോലെ അവിടെയൊക്കെ തേനാണ് കൊടുത്തത്. അപ്പൊ അങ്ങനെ വയഡ് വന്നത് ഹണിമൂൺ. മൂണെന്താ ഇപ്പൊ? 3 ചന്ദ്രൻ മക്കളെ, അവിടെ 3 ചന്ദ്രൻ തന്നെ. അപ്പൊ അങ്ങനെ ആ ഒരു വേർഡ് വന്നത്. ആദ്യമായിട്ട് ഈ ഹണിമൂൺ എന്ന പേരിൽ ആദ്യത്തെ, അതായത് ഹണിമൂൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 1801 1801 കറക്റ്റ് അല്ലേ ജോസഫ്? 1801 അന്നത്തെ US വൈസ് പ്രസിഡന്റ് മകൾ 18 വയസ്സുള്ള പേര് എന്തോ ആസ്റ്റിൻ ബെർ. അല്ല, അത് ഹസ്ബൻഡിന്റെ പേര് ആസ്റ്റിൻ ബെറും. എനിക്ക് ചാനലും പ്രോഗ്രാമും പേര് കൊറേ നേരം കൊണ്ടുണ്ടല്ലോ ഇവരെന്നെ ഈ വർത്താനത്തിൽ അടുപ്പിക്കുന്നില്ല കേട്ടോ. തിയോഡോസിയ ബെറും ആസ്റ്റിൻ ബെറും. ജോസഫ് US പ്രസിഡന്റ് ബോളും മരുമകനാണ് ആദ്യമായിട്ട് എന്താണ് ആ വേർഡ് ഹണിമൂൺ എന്നൊരിതില് അവര് നയാഗ്രയിൽ ആദ്യത്തെ ഹണിമൂൺ നടന്നത്. ആക്ച്വലി ഹണി മൂണെന്നല്ലായിരുന്നു, ഇത് ഹണി സ്പൂണാണ്. സ്പൂണിലാണ് ഇവർ കോരി കുടിച്ചത് ഹണി. അത് പറഞ്ഞു പറഞ്ഞ് ഹണി മൂണായതാണ്. അത് നല്ലൊരു ഒബ്സർവേഷനും ഒരു ഇൻഫർമേഷനും ആണ്. അപ്പൊ അത് അത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ഇങ്ങോട്ട് കിടക്കാം. ഷൈൻ ആൻഡ് ഐശ്വര്യ സൂപ്പർ പെർഫോമൻസ്, സൂപ്പർ. നല്ല ഇത്. ശരത് ആസ് യൂഷ്വൽ ഗുഡ് ആണ്, പക്ഷെ നല്ല സ്ക്രിപ്റ്റ്, നല്ല പെർഫോമൻസ്. ലെറ്റ്സ് സീ ദ ബാറ്ററി നോക്കാം. അയ്യോടാ നമ്മളെ ചിരിപ്പിച്ചിട്ട് നിങ്ങൾ കരയുന്നോ? അപ്പൊ നിങ്ങളുടെ ഗ്രൂമർ നിരീഷിന് വേണ്ടി ഒരു വലിയ കയ്യടി. നിങ്ങളുടെ ഹണിമൂൺ തുടങ്ങി. ഓക്കെ, ഇനി ഈ ഹണിമൂൺ ഇങ്ങനെ കണ്ടിന്യൂ ആവട്ടെ. ഓക്കെ, ഇതാ ഗോഡ് ബ്ലെസ് യു. ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിക്കടാ ഷൈനെ. Cutie, the hand wash presents Comedy Masters, co-presented by SLBS Marklands, powered by Amrithveni Light Kit, co-powered by Rajkumari Group. തിരിച്ചു വരുമ്പോൾ വീണ്ടും നമ്മളൊരു ബാറ്ററി സ്കിറ്റ് ആണ് കാണാൻ പോകുന്നത്. ഞങ്ങളുടെ ടീം റെഡിയാണ് ഇറക്കാൻ. ഞങ്ങളുടെ ടീം ഇറക്കാം. സ്കിറ്റ് ഇറക്കിയാലോ? എന്താ ആലീസിന്റെ മുഖത്തൊരു അഹങ്കാരത്തിന് ചോ കിടക്കുന്നത്? KSRTC ഇപ്പൊ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രിയദർശനൊക്കെ ഇറക്കിയല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് പ്രിയദർശനിൽ ഫ്രീ ആയിട്ടാണ് വന്നത്. അപ്പൊ നിന്നെ പോലെ ഒരാളെ ഞാൻ എന്റെ കാറിൽ കണ്ടായിരുന്നു. അത് എനിക്കൊരു ഡൂപ്പായിരിക്കും. അങ്ങനെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. സ്ത്രീകൾക്ക് പ്രിയദർശിനിയിൽ ഫ്രീ ആക്കി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പുരുഷന്മാർക്ക് പ്രിയദർശൻ എന്നൊരു ബസ് ഉണ്ടാക്കി അതിനും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യിപ്പിക്കണം. ഒരു സമരവുമായി ഞങ്ങളുടെ 2 ചുണക്കുട്ടികൾ ഈ വേദിയിൽ വരാൻ പോവുകയാണ്. ആരൊക്കെയാണ് അവർ? സൂര്യജിത്ത് ആൻഡ് റിഷാദ്. ബാറ്ററി ഓണാക്കി തരാമോ? ബാറ്ററി ഓൺ ആണ്. ദാ വരുന്നു സമരം. ഈ ബായ് ഇതെവിടെ പോയി കിടക്കുന്നത്? നിങ്ങളൊക്കെ KSRTCക്ക് പോയിരിക്കുവാണ്. ഇപ്പൊ മാക്കാ നടന്നാ വീട്ടിൽ ചെല്ലാം. അല്ലാതെ ഈ സ്റ്റാൻഡിന് ഒരു ബസ് എടുക്കാൻ ഈ സ്റ്റാലിൻ സമ്മതിക്കൂല. സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര പ്രിയദർശിനിയാ. ഒന്നെങ്കിൽ പുരുഷന്മാർക്ക് ഒരു പ്രിയദർശനം കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ പദ്ധതി അങ്ങ് ഒഴിവാക്കണം. അതുകൊണ്ട് ഞാൻ സമരം ചെയ്യാൻ പോവാ. സമരം ചെയ്യാൻ സമരം കർത്തേ ജി, സമരം കർത്തേ. നിന്റെ അടുത്ത് എപ്പോ വരണടാ ഞാൻ പറഞ്ഞേ? നമ്മൾ എന്തിനാ ചേട്ടാ ഇവിടെ വന്നത്? സമരം ചെയ്യാൻ. സമരം ചെയ്യാനല്ലേ? 2 പേര് മാത്രം എങ്ങനെ സമരം ചെയ്യും? അതിന് 100 കണക്കിന് അണികൾ വേണ്ടേ? അണികൾ എവിടെ? അണികൾ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇത്. സമരം ചെയ്യും, സമരം ചെയ്യും. ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ. സ്ത്രീകൾ നീതി പാലിക്കേ. സ്ത്രീകളല്ല, എന്റെ പൊണ്ണു ചേട്ടാ, എനിക്ക് ഒന്നാണ് മലയാളം കുറച്ച് അറിയാമല്ലോ. എന്റെ ചുമ്മാ കയ്യിൽ നിന്ന് പോയി നിൽക്കും. നിങ്ങൾ പറയല്ല. പ്രിയ സരിതേ, പ്രിയ സഹൃദരേ, നമ്മൾ പുരുഷന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? സ്ത്രീകൾക്ക് മാത്രം ഇങ്ങനെ സൗജന്യം യാത്ര? ഇതെന്ത് എവിടുത്തെ നയമാണിത്? അതിനെതിരെ നമ്മൾ ശക്തമായും വ്യക്തമായും അതിന് കഠിനമായും നമ്മൾ പ്രയത്നിക്കണം. ഹേ, ഒരു
150 രൂപയ്ക്ക് നീ ഇത്രയൊക്കെ പറയുമെങ്കിൽ ഞാനൊരു 500 രൂപ തന്നിരുന്നേ നീ പേര് എന്തൊക്കെ പറഞ്ഞതേ? 500 രൂപ കിട്ടൽ ചേട്ടനെ പിതാജിക്ക് വരാൻ പറയും. ചേട്ടാ ഈ KSRTC ഇല്ലേ അതെന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം കൂടിയാണ്. ഇതെങ്ങനെ നിന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാവാ? ഞാൻ ഇങ്ങോട്ട് വന്നത് KSRTC ബസ്സിലാണ്. കണ്ടക്ടറിനോട് പറയുവാണ് 25 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു ജാസ്തി പൈസയാണ് തരാൻ പറ്റില്ലെന്ന്. സ്ത്രീകൾക്ക് മാത്രം പോരല്ലോ സൗജന്യ യാത്ര. അത് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കി ഇറങ്ങി ചേട്ടാ. നീ ആരുടെ ആണ്? ഞാൻ ലടുക്ക. ഇതാണ് ആളത്തം. നീ എങ്ങനെ വന്നപ്പോ? ഞാൻ അപ്പുറത്തെ സ്ഥാനിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു വന്ന്. എത്ര രൂപ ഓട്ടോ കൂലി? അതാകുമ്പോ 250 രൂപയല്ലേ ഉള്ളു ചേട്ടാ. ഞാൻ ലാഭിച്ചു. ചേട്ടാ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഓടി പോകുന്നു ചേട്ടാ. അത് പ്രൈവറ്റ് ബസ്സടാ. എന്റെ പൊന്ന് ചേട്ടാ ഞാൻ അതിൽ കയറി. അപ്പൊ കണ്ടക്ടർ പറയുവാണ് കേറി നിക്ക് അതിൽ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടെന്ന്. എടാ അത് സത്യമല്ലേ? ഈ സ്ത്രീകൾക്ക് സൗജന്യം ആയതുകൊണ്ട് എല്ലാരും KSRTC തള്ളിപ്പിടിച്ച് പോവാ. അതുകൊണ്ട് ഇപ്പൊ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടെന്നല്ല പറയേണ്ടത്. വേണേ ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ ഇവിടെ വെച്ച് നടത്താമെന്നാണ് പറയുന്നത്. ചേട്ടാ മണ്ടൻ കളിക്കല് ചേട്ടാ. അത് മലയാളത്തിലെ വലിയ സംവിധായകന്റെ ബസ് ചേട്ടാ. അത് പേര് പറയുണ്ട് ചേട്ടാ. അത് പ്രിയദർശൻ. ഇത് പ്രിയദർശിനി. എന്റെ പൊന്ന് ചേട്ടാ എനിക്ക് വായിക്കാനും എഴുതാനൊന്നും അറിയത്തില്ല. ഞാൻ ഇവിടത്തെ കാരനല്ല. നീ ആസാമിയാണല്ലേ? അല്ല ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം പെരുമ്പാവൂരില്. പെരുമ്പാവൂർ കേരളത്തിലാ. എന്റെ പൊന്ന് ചേട്ടാ അത് നിങ്ങൾക്ക് മലയാളികളെക്കാൾ കൂടുതൽ ബംഗാളികളാണ് ഉള്ളത്. ഞാൻ ജനിച്ചിട്ടിന്നേ വരെ ഒരു മലയാളിനെ പോലും അവിടെ കണ്ടിട്ടില്ല ചേട്ടാ. ഞാൻ തന്നെ ഇന്നലെയാണ് അറിയുന്നത് പെരുമ്പാവൂർ കേരളത്തിലുള്ള ഒരു സ്ഥലമാണെന്ന് പോലും. കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? കുടുംബത്തിൽ ഒരു മലയാളിയായ ഭാര്യയുണ്ട്, 4 മക്കളുണ്ട്. 4 മക്കളാ? അതെ ചേട്ടാ. ഭാഷയൊക്കെ അറിയായിരുന്നു? ഇതിനെല്ലായിടത്തും ഒരു ഭാഷയല്ലേ ഉള്ളൂ ചേട്ടാ. ഫോൺ ചേട്ടാ ചേട്ടാ ഒരു ഹിന്ദിക്കാരനടാ. കൊറേ ദിവസമായിട്ട് എന്തൊക്കെയോ ഒരു ഗെയിം നീട്ടി ഒന്ന് ഡീൽ ചെയ്ത് തരാമോ? എന്റെ പൊന്ന് ചേട്ടാ എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ ചേട്ടാ. നീ ഹിന്ദിക്കാരനല്ലേ? ഞാൻ പെരുമ്പാവൂർ കലൻ മലയാളി ബംഗാളി. എടാ എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യത്തിൽ വിരോധമുണ്ട് കേട്ടാ. എന്ത് ചേട്ടാ? എടാ എന്റെ അപ്പച്ചൻ മരിച്ചിട്ട് കുറച്ച് ടാർപ്പ് കെട്ടാൻ വേണ്ടി ആളുകളെ വിളിച്ചിട്ട് നിങ്ങൾ വന്നാ എങ്ങനെ വരും ചേട്ടാ? ചേട്ടാ ഈ സ്ഥലപ്പേരൊക്കെ തെറ്റിച്ച് പറഞ്ഞോണ്ടിരുന്ന ഫോട്ടോ അവർ അയച്ചു തന്നില്ലടാ. ഫോട്ടോയ്ക്കകത്ത് നിങ്ങൾ കേൾക്കണം. ഫോട്ടോയ്ക്ക് കൊടുത്തേക്കുമാണ് മരിച്ചടക്ക് വീട്ടുവളപ്പിൽ നിന്ന്. അതേത് സ്ഥലം? വീട്ടുവളപ്പിൽ. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു ഈ സ്ഥലം വീട്ടുവളപ്പിൽ. ഒരു സ്ഥലത്തില്ല വീട്ടുവളപ്പിൽ. കിഴങ്ങ് തിന്ന് ഇതെല്ലാം കിഴങ്ങന്മാരാടേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ വന്നിരിക്കുന്നത് കോക്രോച്ച് എന്ന് പറഞ്ഞൊരു പാർട്ടി ഇപ്പൊ ഭയങ്കര ഫേമസ് ആ. അതിന് പകരം ഞാനൊരു പാർട്ടി ഇവിടെ ഇറക്കും. എവിടെ? കേരളാവിൽ. ഇത് ഫുള്ള് മലയാളികളല്ലേടാ ഇവിടെ? മലയാളികളാ. കേരള ജനസംഖ്യയിലെ 90% ഞങ്ങൾ ഇപ്പോൾ ബംഗാളികളാണ്. ബാക്കി 10 ഉണ്ടല്ലോ. 10%. ആ 10% ആൾക്കാരാണെങ്കിൽ യൂറോപ്പ്, കാനഡ, ഗൾഫ് അങ്ങോട്ട് പൊക്കോളൂ ചേട്ടാ. ഞങ്ങളുടെ യൂറോപ്പും കാനഡ എല്ലാം കേരളമല്ലേ ചേട്ടാ. ഞങ്ങൾ പിന്നീട് MLA ആകും, മന്ത്രിയാകും, മിനിസ്റ്റർ ആകും, എല്ലാം ആവും. അതല്ലടാ എനിക്ക് അതുപോലെ ഒരു പാർട്ടി കൊണ്ടുവരണം. അപ്പൊ അതുപോലെ ഈ കോക്രോച്ച് പോലെ നല്ല പേര് കിട്ടി ഇങ്ങനെ ഉയർത്തി ഒരുപാട് അണികളൊക്കെ ആയി. പക്ഷെ എന്ത് പേരിടും? പേര് നമ്മൾക്ക് കോൺക്രീറ്റ് പാർട്ടി ഇടാം ചേട്ടാ. ഒരു ഉപകാരം ഇല്ലടാ ഇതിനെ കൊണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യണം. 4 ആള് ശ്രദ്ധിക്കണം എന്റെ പാർട്ടി. 4 ആള് ശ്രദ്ധിക്കണം. നമ്മൾക്ക് പാട്ട് പാടി പ്രചരണത്തിന് ഇറങ്ങാം. എടാ ഈ പാട്ടുകാരെയൊക്കെ വിളിക്കാൻ ഭയങ്കര പൈസ. ആരെ വിളിക്കും? ഞാൻ തന്നെ പാടും. പാടിക്കേ. ശാന്തി തൊട്ടില്ലേ ഈ സന്തനം തൊട്ടില്ലേ വേറെ പാട്. ശാന്തി കുടഞ്ഞൊരു സൂര്യൻ ചാന്ദിനി കുസ്കര. ഇതെല്ലാത്തിനും ചാന്ത് എന്തിനാ ചേട്ടാ? നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിനെ കുറിച്ചല്ല ചേട്ടാ പാട്ട് പാടാൻ. നീ പല്ലും തേക്കത്തില്ലേടാ? ഞാൻ പല്ല് തേക്ക ചേട്ടാ. ഞാൻ തന്ത ഡോക്ടറിനെ കണ്ടായിരുന്നു. നിന്റെ തന്ത ഡോക്ടറെ കണ്ടാ നിന്റെ പല്ല് എങ്ങനെ ശരിയാവാ? എന്റെ പൊന്ന് ചേട്ടാ അതല്ല, ദന്ത ഡോക്ടറിനെ കണ്ടു. അപ്പൊ ഡോക്ടർ പറയും പല്ല് ഒരുപാട് തേച്ചാൽ പല്ല് ഇമ്മാനുവൽ കൊണ്ടുപോകുമെന്ന്. ഇമ്മാനുവലല്ല, പല്ലിന്റെ ഇനാമല് പോകുന്നാണ് ഡോക്ടർ പറഞ്ഞത്. പൊന്ന് ചേട്ടാ പോയാലും ഇല്ലല്ലോ, അത് എന്റെ അല്ലേ പോകുള്ളൂ. ചേട്ടൻ ചുമ്മാ എന്റെ പിടിപിടിപ്പിക്കില്ല. ഞാൻ ഒന്നും പറഞ്ഞടാ ചേട്ടാ. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ചേട്ടാ. ഞാൻ എന്റെ ഡയലോഗ് മറന്ന് നിൽക്കുവായിരുന്നു. പറ. ഞാനത് മറന്നു പോയെന്നാണ് ചേട്ടാ പറയാൻ വന്നത്. ഒന്നാമത് 4, 3, 7 കൗണ്ടറുകൾ നമ്മുടെ സ്കിറ്റില്. അതിൽ 5 എണ്ണം നീ വിഴുങ്ങും, 2 എണ്ണം ഞാൻ തെറ്റിക്കും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞാൻ ഒന്ന് പറയാമോ പ്ലീസ്? ചേട്ടാ നമ്മൾ വിഷയത്തിലേക്ക് വാ. KSRTC. ഇവിടെ കേരളത്തിലെ ആണുങ്ങൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ? ഇവിടെ സ്ത്രീകൾക്ക് കൊടുക്കും വിധവാ പെൻഷൻ. ഏതെങ്കിലും ഒരു പുരുഷന് വിധവൻ പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. തൊട്ടേനും പിടിച്ചേനും ഒക്കെ ഇവിടെ ഡിവോഴ്സാ. ഡിവോഴ്സ് ആയി അറിയുന്ന സ്ത്രീകൾക്ക് എന്ത് കൊടുക്കും? ജീവനാംശം. അത് നമ്മൾക്കും കിട്ടുമല്ലോ. എന്ത്? ഇവൾമാൾ കാരണം ജീവിതനാശം. അത് മാത്രമല്ല, പണ്ട് ടിക്കറ്റ് എടുത്തിട്ട് ബസ്സിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് തന്നെ ഈ ചേച്ചിമാർ ഇങ്ങനെ ഇരുന്ന് ചിലപ്പോ വീഡിയോ ഒക്കെ എടുത്തിടും, റീൽസ് ചെയ്യും വൈറലാവാൻ വേണ്ടിട്ട്. ഇപ്പൊ ഫ്രീ ആണല്ലോ. ഇനിയിപ്പോ ഒരു ബാഹുബലി സിനിമ ഷൂട്ട് ചെയ്തില്ലേടാ? സിനിമ ഷൂട്ട് ചെയ്യുമോ? എനിക്ക് ആ സിനിമയിൽ ഒരു റോൾ ചെയ്യണം ചേട്ടാ. എന്റെ ഭാര്യയും 4 മക്കളും എനിക്ക് എങ്ങനെ രക്ഷപ്പെട്ടു ചേട്ടാ. ഞാൻ നന്നായി അഭിനയിക്കും ചേട്ടാ. നിനക്ക് എന്റെ കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? അതെനിക്ക് മനസ്സിലായി. ഞാൻ നന്നായിട്ട് സുമന്ന് കൊണ്ട് തട്ടും.
എന്താ? കോൺക്രീറ്റ്. വിദ്യാഭ്യാസം ഇല്ലല്ലേ? എനിക്ക് വിദ്യാഭ്യാസമുണ്ട് ചേട്ടാ. ഞാൻ 5 കക്ഷ വരെ പഠിച്ചതാ. 5 കക്ഷം പഠിച്ചിട്ട് എന്ത് കിട്ടാനാടാ? ചേട്ടാ അതല്ല ഞാൻ പറഞ്ഞത്, ക്ലാസ് കക്ഷ ക്ലാസ്. 5ാം ക്ലാസ് വരെ പഠിച്ചാ? ഞാൻ ഒരു കാര്യം എന്തായാലും പറഞ്ഞേക്കാം. നമുക്ക് മിനിമം ഇവിടെ ഒരാഴ്ചയെങ്കിലും നിക്കണം. ഒരാഴ്ച വേണോ? എന്നാലും നമ്മുടെ ഈ ഒരു സമരം 4 ആള് കണ്ട് നമുക്ക് വേണ്ടത് കിട്ടത്തുള്ളൂ. ഒരാഴ്ച ഉണ്ടെങ്കിൽ ശംഭു കൊണ്ടുവരണം. തൂഫാനാണ് പിടിച്ചോണ്ട് പോകണം, എന്നെ കൂടെ പിടിച്ചോണ്ട് പോകും. ചേട്ടാ അതല്ല ചേട്ടാ, എന്റെ കൂട്ടുകാരൻ ശംഭു ഇവിടെ കാം ചെയ്യുന്നുണ്ട്. കൂട്ടുകാരൻ ശംഭുവാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് വീട്ടിൽ പോലുള്ള പൈസ കിട്ടണമെങ്കിൽ തന്നെ ആ ബാറ്ററി കയറണം. അത് തന്നെ കേറുന്നുണ്ടോന്ന് ആർക്കറിയാം. ആ സാഹചര്യത്തിൽ നീ പോയി ശംഭുവിനെ നിന്റെ ഹാൻസ് കൂട്ടുകാരന്മാരെയൊക്കെ വിളിച്ചോണ്ടെന്ന് കഴിഞ്ഞാൽ കൊടുക്കാൻ എന്റെ കാശില്ല. ഞാൻ സ്ത്രീ വിരോധിയാണ്. ഒരു സ്ത്രീനെ സൗജന്യമായി പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. പുരുഷന്മാരെന്തായാലും പോയിരിക്കും. ചേട്ടാ ഈ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അല്ലേ ചേട്ടാ? നീ നിന്റെ അച്ഛൻ അമ്മാനാടാ വിളിക്കുന്നത്? ചേട്ടാ അതല്ല ചേട്ടാ, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം തുല്യരല്ലേ? നീ ഇവർക്ക് വേണ്ടിട്ട് വാദിക്കാനാണെങ്കിൽ നീ എന്തിനാ എന്റെ കൂടെ വന്നത്? ചേട്ടൻ പൈസ തരാമെന്ന് പറഞ്ഞു, ഞാൻ വന്നു. ഞാൻ മലയാളികളെ പോലെയല്ല, മേടിക്കുന്ന പൈസക്ക് ഞാൻ കാം ചെയ്യും. വെച്ചോ? പൈസ കിട്ടി, ഞാൻ ഇനി പോണു ചേട്ടാ. ഇവിടെ നിക്കില്ല ഞാൻ. പണി കഴിഞ്ഞാ? 250 രൂപയ്ക്ക് ഈ കാമൊക്കെ മതി ചേട്ടാ. ഞാൻ പോണ്. എന്റെ ഭിത്തിയുടെ പതിയെ കിടക്കുന്നു ചേട്ടാ, തേച്ചിടണം. ബാക്കി പകുതി നീ എന്നെ തേച്ചല്ല. ഞാൻ പോണു ചേട്ടാ. സ്പീക്കറാ? എനിക്ക് പാട്ട് കേട്ടാലേ കാം ചെയ്യാൻ പറ്റുമല്ലോ. ചാന്ത് ഈ രാത്രിയിൽ ഭിത്തിയുടെ മേൽക്കുടി തേക്കുന്ന ഒരു ബംഗാളിയുടെ മുമ്പിൽ മലയാളി തോറ്റ ചരിത്രമില്ല. പുരുഷന്മാര് സൗജന്യമായിട്ട് പോകുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോവും. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. നമ്മളിങ്ങനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ബസ്സിൽ പോയാൽ പോരെ, സമരം സക്സസ് ആയാൽ മതി. എത്ര ഷാമിയാലേ വിട്ടുകൊടുക്കല്. അഹങ്കാരമാ, മനസ്സിലായ? ഇവർക്ക് അഹങ്കാരമാ. നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്നുള്ള അഹങ്കാരമാണ്. അഹങ്കാരമാണ്. അവനാണെങ്കിൽ മീശയില്ല, ഫിഗറും കിട്ടും. താഴോട്ട് നേരെ വിടറാ. അതൊക്കെ നോക്കായിരുന്നാ മതി. എന്തിനാ അവിടെ ആവശ്യമില്ലാത്ത സ്ഥലത്തോട്ട് വെറുതെയാണാ ഓരോ. നല്ല ഭംഗിയുണ്ട്, സൂപ്പർ. സൺസ്ക്രീനോട് താനടിക്കുമല്ലെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യമാണോ? ഈ കൊട്ടാരക്കരയിലേക്ക് പോവാനേ എവിടുന്നാ ബസ് കയറട്ടെ? ഓ 1 2 3 സ്റ്റാർട്ട്. ശാന്തമീ രാത്രിയിൽ ചാന്ത് ഞാൻ ഭിത്തിയിൽ തേക്കുമേ, ലാല തേക്കുമേ. ശാന്തമീ രാത്രിയിൽ ചാന്ത് ഞാൻ ഭിത്തിയിൽ തേക്കുമേ. എന്നെയാണ് തേച്ചതാ. ഞാൻ പറഞ്ഞ കുട്ടി അഖിലിന്റെ ഒരു ചോയ്സ് ഓഫ് സോങ്. മൂപ്പര് തേക്കിയാണോ മൂപ്പരെ തേപ്പിക്കുകയാണോ എന്നൊന്നും മനസ്സിലാവില്ല. അവൻ സൂപ്പർ സ്റ്റാറിലേക്ക് പോക്കാണെന്നാണ് തോന്നുന്നത്. അവൻ പാട്ടിൽ 2 ഷെഡ്യൂൾ കൊണ്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. അതെ, തിങ്കൾ ചൊവ്വ ബുധൻ കൊണ്ട് ആൾക്കാർക്ക് എന്നെ തികയുന്നില്ല. അപ്പൊ വ്യാഴം വെള്ളി ശരി കൂടെ യൂട്യൂബിലെ കമന്റ് സെക്ഷനിൽ ശരിയാണ്, തികയുന്നില്ല പുള്ളിനെ ചീത്ത വിളിച്ചത്. അപ്പൊ വ്യാഴം വെള്ളി ശരി കൂടെ ഞാൻ എന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ. നമ്മുടെ ഈ ബംഗാളി സൂപ്പർ ആയിരുന്നു. ബംഗാളി ക്യാരക്ടർ നന്നായി പിടിച്ചു. നല്ല പാട്ടുകളുടെ ആ ഒരു ഇതൊക്കെ, ആ ജോലിന്റെ ഇതൊക്കെ സൂപ്പർ ആയിരുന്നു. സൂപ്പർ അല്ല. പിന്നെ ഇവനും രണ്ടുപേരിലും ഭയങ്കര ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. സൂപ്പർ. യുനോ ആ കോൺഫിഡൻസ് ലെവൽ വന്നു. ആൻഡ് അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. സൂപ്പർ സൂപ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം അല്ലേ? വാ. പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി ബോംബെ ബാങ്ക് ഇതായിരുന്നു. ഒന്നാടാ ഇത് ബോംബെ ബാങ്ക്. എനിക്കില്ല, എന്റെ അക്കൗണ്ടിലെ കയറുള്ളൂ സാർ. ബോംബെ ബാങ്ക്. പ്രണവാലയ പരിപാലയ പരമേശി
कमलालय श्रीदेवी कुरिपिंचवे करुणांबुरासी धीम तारा धीम धीम तारा चतुलतो प्राण में नाट्यम चेसे गतुलतो नाम शतं मूल नतुलतो ना पैननी चुपवा पेला शरणंटिने जननी नाद विनोदिनी भुवन पालिनी वे अनाथ रक्षणनी विधि कादटे मोरविनी चेरवटे धीम धीम तारा चतुलतो प्राण में नाट्यम चेसे गतुलतो अनाथ रक्षणनी विधि कादटे मोरविनी चेरवटे शरणंटिने जननी नाद विनोदिनी भुवन पालिनी वे अनाथ रक्षणनी विधि कादटे मोरविनी चेरवटे മേഘമായി വന്ന് പോകിറേൻ. എന്തായിരുന്നു അതിന്റെ റീസൺ? ആവശ്യം എന്താട്ടാ? കാരണം മേഘ ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. മേഘ എനിക്ക് അതാണ് എന്റെ കാര്യം. സാറല്ല, താങ്ക് യു മാമ. ഒരു അച്ഛന്റെ വാത്സല്യമാണ് നിങ്ങൾ ഇവിടെ ഇപ്പോൾ മാമനെ മൈൻഡ് ചെയ്ത കുഞ്ഞമ്മയും കൂടെ മൈൻഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. പോലെ മീശയം വെച്ചിട്ട് ചേട്ടാന്ന്. അല്ല, ഒരു കാര്യം പറയട്ടെ, നിയോ ഡാൻസ് സ്റ്റുഡിയോ ബ്യൂട്ടിഫുൾ ആയി. ബിക്കോസ് നമ്മൾ പറയല്ലേ, ഏതൊക്കെ ആർട്ട് ഫോംസ് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ അല്ലാതെ നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സസിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കഥക് വിത്ത് കണ്ടംപററി ആ ലൈൻസ് ആൻഡ് ഓൾ സോ ബ്യൂട്ടിഫുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല സെലക്ഷൻ ഓഫ് സോങ് ആൻഡ് യുനോ ഒരു നല്ല ബ്യൂട്ടിഫുൾ നമ്മുടെ എപ്പിസോഡിന്റെ ആ ഒരു ഹൈ ഉണ്ടായിരുന്നില്ലേ, അതിന് കുറച്ച് ഡബിൾ ഹൈ ആക്കി. അപ്പൊ നമുക്ക് സ്നേഹം കൊടുക്കണ്ടേ? ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ എന്തായാലും ചേച്ചി ഇവര് തന്നെയാണെന്ന് നോ ഡൗട്ട്. നമുക്ക് അതുകൊണ്ട് കൊടുക്കാം. പിന്നെ All right, so Cutie the hand wash ഇന്നത്തെ മെയിൻ goes to Neo Dance Studio പാലക്കാട്. Wow. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ കോമഡി മാസ്റ്റേഴ്സിന്റെ മെയിൻ ആയിരിക്കുകയാണ്, പാലക്കാട് മെയിൻ ആണ്. നിങ്ങൾ ഇനി കേരളം മൊത്തം മെയിൻ ആവട്ടെ. അങ്ങനെ ഈ പെർഫോമൻസ് ലോകത്തുള്ള എല്ലാവർക്കും കാണാനും സാധിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നേരിട്ട് ഒന്നും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, നല്ല സ്മൈലാണ്. കീപ് ഗോയിങ്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.
Comedy.